ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. ഫോർട്ട് കൊച്ചിയിൽ കൂറ്റൻ ക്രിസ്മസ് ട്രീ മിഴി തുറന്നു. കൊച്ചിയിലെ പുതുവത്സരാഘോഷങ്ങളിൽ ഏറെ ശ്രദ്ധേയമായ കൂറ്റൻ ക്രിസ്മസ് ട്രീ ഒരുങ്ങി. നൈറ്റ്സ് യുണൈറ്റഡ് ഫോർട്ട് കൊച്ചിയുടെ നേതൃത്വത്തിൽ 100ഓളം വരുന്ന യുവാക്കളുടെ കൂട്ടായ്മയാണ് ഏഷ്യയിലെ തന്നെ നാച്ചുറൽ ക്രിസ്മസ് ട്രീ എന്നറിയപ്പെടുന്ന ഈ മഴമരത്തെ അണിയിച്ചൊരുക്കിയത്. കഴിഞ്ഞ 26 വർഷമായി ഇവിടെ നാച്ചുറൽ ക്രിസ്മസ് ട്രീ ഒരുക്കാൻ തുടങ്ങിയിട്ട്. ക്രിസ്മസ് ട്രീ കാണുന്നതിനും ട്രീയുടെ പശ്ചാത്തലത്തിൽ ഫോട്ടോ എടുക്കുന്നതിനും ആയിരങ്ങളാണ് ഫോർട്ട് കൊച്ചി വെളി മൈതാനിലേക്ക് ഒഴുകിയെത്തുന്നത്. ഏകദേശം 8 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ക്രിസ്മസ് ട്രീ ഒരുക്കിയത്. പുതുവത്സരാഘോഷ സമയത്ത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചാരമാണ് ഈ മഴമരത്തിന് ലഭിക്കുന്നത്. ക്ലേ കൊണ്ട് നിർമ്മിച്ച 120ഓളം ബെല്ലുകളും 200ഓളം ബൾബുകളും 1400ഓളം നക്ഷത്രങ്ങളും ഈ മരത്തിന്റെ പ്രത്യേകതയാണ്. 50,000 സീരീസ് ബൾബുകളും ഈ മഴമരത്തിൽ വെളിച്ചം വിതറി നിൽക്കുന്നു. ക്രിസ്മസ് ട്രീ പ്രവർത്തിപ്പിക്കുന്നതിന് 2 ജനറേറ്ററുകളും സജ്ജമാണ്. ഫോർട്ട് കൊച്ചി വെളി മൈതാനിയിൽ ആയിരങ്ങളുടെ സാന്നിധ്യത്തിൽ ക്രിസ്മസ് ട്രീയുടെ സ്വിച്ച് ഓൺ കർമ്മം ബിഷപ്പ് ആന്റണി കാട്ടിപ്പറമ്പിൽ നിർവഹിച്ചു. നമ്മൾ പലപ്പോഴും നമ്മുടെ യുവാക്കളുടെ ഒരു ഭാഷയാണ് സംഗതി ഡാർക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തോ കുഴപ്പം പിടിച്ച കാര്യമാണ്, വിഷമമാണ്, ടഫാണ് എന്ന് വേണ്ട, സീൻ ഡാർക്കാണെന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അത് പ്രയാസം നിറഞ്ഞൊരു കാര്യമാണ്. വ്യക്തിയാകാം, ഒരു സംഭവമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യമാകാം. ഈ ഡാർക്ക് എന്നുള്ളത് ആർക്കും തന്നെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളത് വെളിച്ചമാണ്. ഇരുട്ടത്ത് നമ്മൾ ആരും നടക്കുവാനോ ഇരുട്ടിലൂടെ കാര്യങ്ങൾ ചെയ്യുവാനോ ഇഷ്ടപ്പെടാത്തവരാണ്. അപ്പോൾ വെളിച്ചത്തെ ഇഷ്ടപ്പെടുന്ന കൊച്ചിക്കാർക്ക് ഏറ്റവും വലിയൊരു അത്ഭുതമാണ് ഈ അമ്മമരവും അതിലെ ഓരോ ലൈറ്റുകളും. KJ മാക്സി MLA മുഖ്യാതിഥിയായി. കാരണം അതിൻ്റെ ഏറെ മാറ്റുകൂട്ടുന്ന ക്രിസ്മസും ന്യൂ ഇയറും ഫോർട്ട് കൊച്ചിയിലേക്ക് നമ്മൾ ആഘോഷിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് നമ്മുടെ ഈ മരം മാറിയിരിക്കുകയാണ്. ലോകത്ത് പല ഭാഗങ്ങളിൽ നിന്നുള്ളവരും വളരെ ശ്രദ്ധ ഈ മരത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ശ്രദ്ധ വരുമ്പോൾ അതിൻ്റെയൊക്കെ അഭിമാനം വരുന്നത് നമ്മൾക്കെല്ലാവർക്കുമാണ്, ഈ കൊച്ചിക്കാർക്ക് മാത്രമാണ്. നമ്മൾ ഇത് അണിഞ്ഞിറക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ ക്ലബിൻ്റെ ഭാരവാഹികളോട് സൂചിപ്പിച്ചു. അത് ചെയ്യുന്നത് നമുക്ക് ഏറെ അഭിമാനമായിട്ടുള്ള നമ്മുടെ ഈ ട്രീ. PS അനോജ് അധ്യക്ഷത വഹിച്ചു. സിനിമാതാരം സൗബിൻ സാഹിർ, കൗൺസിലർമാരെ PJ ദാസൻ, മഞ്ജുള അനിൽകുമാർ, ഷേനി മാത്യു, മുൻ കൗൺസിലർ ബെന്നി ഫെർണാണ്ടസ്, ഫോർട്ട് കൊച്ചി പോലീസ് ഇൻസ്പെക്ടർ MS ഫൈസൽ, TR സുരാജ്, ME ഗ്ലിൻഡൻ തുടങ്ങിയവർ സംസാരിച്ചു. വളരെയധികം സന്തോഷം ഇവിടെ നിന്ന് നിങ്ങളിങ്ങനെ കാണാൻ പറ്റിയത്. കാരണം കഴിഞ്ഞ മുമ്പത്തെ കൊല്ലങ്ങളെല്ലാം നിങ്ങൾ ഒരാളായിട്ട് ഞാൻ അതിൻ്റെ ഇടയിലുണ്ടായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് ലൈറ്റിംഗ് ചെയ്യാനുള്ള ഒരു കോൾ വന്നതും അത് ചെയ്യാൻ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഓടി വന്നു. കാരണം എനിക്ക് വളരെ അഭിമാനത്തോടുകൂടി പറയാവുന്നൊരു കാര്യം, ഞാനൊരു കൊച്ചിക്കാരനാണെന്ന്. കാരണം ഈ വെളി ഗ്രൗണ്ടിലാണ് ഞങ്ങൾ ക്രിക്കറ്റും ഫുട്ബോളും എല്ലാം കളിച്ചു വളർന്നതും. ഈ മരച്ചൂട്ടിലാണ് ഞങ്ങൾ കളി കഴിഞ്ഞിട്ട് റെസ്റ്റ് ഇടുന്നതും വെള്ളം കുടിക്കുന്നതും. ഈ മരച്ചൂട്ടിൽ നിന്നാണ് 8 ഓടിച്ച് ലൈസൻസ് കിട്ടുന്നത് പോലും. അതുകൊണ്ട് എനിക്ക് ഈ മരവും ഈ വെളിയും നമ്മുടെ കൊച്ചിക്കാർ ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ നിങ്ങളെ ഡാർക്കിൽ നിർത്തി അധികം സമയം കളയുന്നില്ല, നമുക്ക് ലൈറ്റ് ഇട്ട് ബ്രൈറ്റ് ആക്കാനുള്ള സമയം നോക്കാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കൂടി നമസ്കാരം, എല്ലാവർക്കും പേര് ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും അടിച്ചു പൊളിക്കുക. പിന്നെ ഫാമിലിയും സ്ത്രീകളും കുട്ടികളൊക്കെ ഉണ്ട്, അപ്പോൾ എല്ലാവരും അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. അന്ന് ഏകദേശം നമ്മുടെ അന്ന് നമ്മുടെ ഈ ക്ലബിൻ്റെ പേര് നൈറ്റ്സ് യുണൈറ്റഡ് നിന്നായിരുന്നില്ല. ഇവിടെ നിലനിന്നിരുന്ന, അതായത് ഒരു സുഹൃത്ത് വലയം, SCS കൊച്ചിൻ, അതായത് സ്പാർക്സ്, ഷാർജ, ഈഗിൾസ് എന്നീ 3 ക്ലബിൽ കളിച്ചു വളർന്ന ഒരു കൊച്ചു കൂട്ടായ്മയുടെ ഫലമായിരുന്നു ഈ കാണുന്ന ട്രീ. അന്ന് ഞങ്ങൾ SCS കൊച്ചിൻ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കാലക്രമേണ ഈ ക്ലബിലേക്ക് ഇവിടെ ചുറ്റുവട്ടത്തുള്ള 2-ാം തീയതി പുലർച്ചെ വരെ ക്രിസ്മസ് ട്രീ പ്രവർത്തിക്കും. ഇത്തവണ മഞ്ഞ നിറത്തിലാണ് ക്രിസ്മസ് ട്രീ ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.